ഹായ് ഹലോ, ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ക്യാരറ്റ് വെച്ചിട്ടുള്ള എണ്ണയില്ലാത്തൊരു പലഹാരം തയ്യാറാക്കിയാലോ. അതിനായിട്ട് 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കിടന്ന് വേണം ഈ ക്യാരറ്റ് വെന്ത് വരാൻ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ചെറുതീയിലാണ് വേവിക്കേണ്ടത്. ഇപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാ ക്യാരറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. ഇനി അത് വറുത്ത് കോരാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് സേമിയ വേണേ അത് ഒന്ന് വറുത്തെടുക്കാം. ഒരു 3 സ്പൂണ് സേമിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് വറുത്തതിന് ശേഷം 1/2 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് ആ പാലിൽ കിടന്നൊന്ന് വേവിച്ചെടുക്കണം. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കാം. അതൊന്ന് വേവിച്ചെടുക്കണം ആ പാലിനകത്ത് തന്നെ. ഇനി അത് വെന്ത് വരുമ്പോഴത്തേന് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1/2 സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് അല്പം ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക. ഇത് ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് അടിച്ചെടുത്ത മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി സേമിയ വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഫൈനലി നേരത്തെ വറുത്ത് വെച്ച നട്ട്സും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതുപോലൊരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നെയ്യൊന്ന് തടവി കൊടുക്കുക. ഇനി അതിലേക്ക് തയ്യാറാക്കി വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നിരത്തി ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് മുകളിലായിട്ട് ബാക്കി വന്ന നട്ട്സും കൂടെ ഒന്ന് വിതറി ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. ഒരു 10 മിനിറ്റ് മതി ഇത് റെഡിയായി വരാൻ. ഇപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ വശം വേവാനായിട്ട് മറ്റൊരു തവയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ക്യാരറ്റ് വെച്ചുള്ള അടിപൊളി ക്യാരറ്റ് സേമിയ പോള തയ്യാറായിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇന്ന് കട്ട് ചെയ്തെടുക്കാം. നോമ്പിന് എണ്ണയില്ലാത്ത പലഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.